ഈ മെസ്സേജിന് എനിക്ക് റിപ്ലൈയും കിട്ടിയിട്ടില്ല. എന്നാൽ ഞാൻ ഈ മെസ്സേജ് അയച്ചത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അയാൾ അറിയുകയും ചെയ്യും. ആളെന്നെ അത് വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്തിനാ ഇങ്ങനെ ചോദിച്ചതെന്ന് വെച്ചിട്ട്. അതായത് ഈ കുട്ടി പറഞ്ഞത് അത് ഈ പെർട്ടിക്കുലർ ഫീമെയിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ വിളിക്കരുത് എന്നുള്ളത്. സോ വിച്ച് മീൻസ് ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനാ വിളിക്കാണ്ടിരിക്കണേ? ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ഫേസ് ചെയ്യാൻ മടി കാണിക്കണേ? ഈ പുള്ളി ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഞാൻ അറിയുന്നില്ലല്ലോ ഇത്. ഞാൻ കരയാൻ തുടങ്ങി. അവസാനം ഓക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ച് എന്നെ ചേറിക്കൊണ്ടിരുത്തി ഒരു മുട്ടായിയൊക്കെ തന്ന് സമാധാനിപ്പിച്ച് ഷെയ്ക്കാൻ നിന്നു. പെൺകുട്ടി സുഹൃത്തായിരുന്നു. അയാളെ രണ്ടാമത് കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒരുപക്ഷെ സിനിമാറ്റിക് ആണത്. ആ സിറ്റുവേഷനിൽ എങ്ങനെയായിരുന്നു ആര്യ പ്രതികരിച്ചത് അയാളോട്? മകള് ചെറുപ്പത്തിൽ തന്നെ അമ്മയുടെ പല കാര്യങ്ങളും കണ്ടു വളരുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് വേറൊരു തരത്തിലുള്ള ഇന്റലിജൻസും കൂടെ ഉണ്ടാവും. ഈ ആര്യ എങ്ങനെയാണ് ആ മകള് മനസ്സിലാക്കുന്നതെന്നാണ് ആര്യ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അവള് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ക്യാരക്ടർ പറയുകയാണെങ്കിൽ വളരെ സൈലന്റ് ആണ്, കുറച്ച് റിസർവ്ഡ് ആണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യും. ഞങ്ങളുടെ ഒരു ഡിവോഴ്സ് ആയാലും ഞാൻ സിംഗിൾ പാരന്റ് ആണല്ലോ ഞാൻ. അപ്പോൾ ഇതിനൊക്കെ ഇവൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു പോയിന്റ് എത്തിയപ്പം എനിക്ക് മനസ്സിലായി. ഇപ്പൊ വയസ്സ് എത്രയാണ് മകളുടെ? ഇപ്പൊ ഷീസ് 11. ഇപ്പൊ ഈ ഫെബ്രുവരി ആകുമ്പോൾ 12 ആവും, 12 വയസ്സ്. വളരെ ചെറുപ്പപ്രായം തൊട്ടേ നല്ലതായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാനാണെങ്കിലും ഷൂട്ടിന് പോകുന്ന ആളാണ്. ബഡായി ഒക്കെ കൊച്ചിയിലായിരുന്നു അന്ന് ഷൂട്ട്. അപ്പം പോയിട്ട് ചിലപ്പോൾ 2 ദിവസം ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയെ വേണം, അമ്മയെ കാണണം, അമ്മയുടെ കൂടെ നിൽക്കണം, ഇങ്ങനെ വാശി പിടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അപ്പോഴേ മനസ്സിലായി ഓക്കെ ഈ കുട്ടി ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അമ്മ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, അമ്മയുടെ കൂടെ നിൽക്കണം, എപ്പോഴും അമ്മ വേണം. പക്ഷെ അമ്മ പോയി അല്ലെങ്കിൽ അമ്മ പോകണ്ട എന്ന് വാശി പിടിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായി ഓക്കെ ഭയങ്കര ഒബ്സർവിങ്ങും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങുമാണ്. അപ്പം അങ്ങനത്തെ ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി കമ്മ്യൂണിക്കേറ്റ് തിങ്സ് വിത്ത് ഹെർ പ്രോപ്പർലി. ചില ആൾക്കാർ പറയും, പലരും പലതും ഹൈഡ് ചെയ്യും പിള്ളേരുടെ അടുത്ത്. കുഞ്ഞറിയണ്ട, അല്ല, അതങ്ങനെയല്ല. കുഞ്ഞറിയണം, കുഞ്ഞറിഞ്ഞ് തന്നെ വളരണം. അതാണ് എൻ്റെ ഒരു മെൻറ്റാലിറ്റി. എനിക്ക് അതാണ് ശരിയായിട്ട് തോന്നിയിട്ടുള്ളത്. അതാണ് ശരി. അവരറിഞ്ഞു തന്നെ വളരട്ടെ, അവർക്ക് മനസ്സിലാക്കട്ടെ അവർ. അപ്പം അങ്ങനെയാണ്. ഇപ്പം ഞങ്ങളിപ്പം മോളുടെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഈ വീട്ടിൽ താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ബ്രദർ ഇൻ ലോ, എൻ്റെ സിസ്റ്റർ, ഞങ്ങളാണ് ഒരു ഫാമിലി. ഇതിൻ്റെ തൊട്ട് മുകളിലും ഞങ്ങളുടെ ഫ്രണ്ട്സാണ് താമസിക്കുന്നത്. അത് വി ആർ ഓൾ ലൈക്ക് വൺ ഫാമിലി. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഈ കുഞ്ഞിനെ വളർത്തുന്നത്. ഇവളെയും അതെ, മുകളിലും ഒരു ചെറുതുണ്ട്. സോ ഇതെല്ലാം. അപ്പോൾ അവൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫാദർ ഫിഗർ, മദർ ഫിഗർ എന്ന് പറയാനായിട്ട് കുറേ പേരുണ്ട്. ഇവരെല്ലാവരെയും ഒരേപോലെയാണ് അവൾ കാണുന്നത്. അപ്പം എല്ലാവരുടെ അടുത്തുനിന്നും ഷീ ടേക്സ് തിങ്സ്. ആൻഡ് ഞങ്ങൾ ആരും ഒരു കാര്യവും ഈ 2 കുഞ്ഞുങ്ങളുടെ അടുത്തൊന്നും ഹൈഡ് ചെയ്തൊന്നും ചെയ്യുന്നില്ല. വളരെ ഓപ്പണായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിച്ച് തന്നെ ചെയ്തു. എനിക്ക് തോന്നുന്നു അതാണ്, അതുകൊണ്ടായിരിക്കും ഷീസ് വെരി അണ്ടർസ്റ്റാൻഡിങ്. പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നല്ല മനസ്സിലാക്കി വളരുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് അതിനെ പറ്റി എനിക്കിനി വേറെ ഒന്നും ആക്ച്വലി പറയാനില്ല. നന്നായി, അതൊരു ഭാഗ്യവും കൂടിയാണ്. നേരത്തെ ഞാൻ ചോദിക്കാൻ മാറ്റി വെച്ചൊരു സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇമോഷണൽ ആയി പോയതുകൊണ്ടാണ് ഞാൻ വിട്ട് കളഞ്ഞത്. പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി സുഹൃത്തായിരുന്നു. അയാളെ രണ്ടാമത് കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒരുപക്ഷെ സിനിമാറ്റിക് ആണത്. ആ സിറ്റുവേഷനിൽ എങ്ങനെയായിരുന്നു ആര്യ പ്രതികരിച്ചത് അയാളോട്? ഞാൻ ആ കുട്ടീനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. ആ കുട്ടി മനഃപൂർവ്വമാണോ എന്ന് അറിയില്ല, എൻ്റെ മുന്നിൽ പിന്നെ വന്നിട്ടേ ഇല്ല. I have never seen that girl after that. ഞാൻ വിളിച്ചില്ല. ഞാൻ ഒരു മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഈ മെസ്സേജ് ഞാൻ അയക്കുമ്പോൾ ഹീ ഈസ് സ്റ്റിൽ വിത്ത് മീ. ആളപ്പോഴും ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഹോപ്പ് ലൂപ്പിൽ കിടക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴില്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്, കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ എനിക്കറിയാം അല്ല എന്നുള്ളത്. അപ്പം ഞാനൊരു മെസ്സേജ് ആ കുട്ടിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആളെ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ ആളെന്നോട് പറഞ്ഞത് അത് ആ കുട്ടിക്ക് പേഴ്സണലി കുറച്ച് ഫാമിലി ഇഷ്യൂസ് വന്നു. അപ്പം അത് എന്നോട് സംസാരിക്കുമ്പോൾ അതിന് കംഫർട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സംസാരിക്കും, അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്തിരുന്നു, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കുട്ടിക്കൊരു മെസ്സേജ് അയച്ചു. എല്ലാവർക്കും ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാവാം, പ്രത്യേകിച്ച് കപ്പിൾ, ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ എന്തോ പ്രശ്നം എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ നമ്മൾ കരയാൻ ചൂസ് ചെയ്യുന്ന ഷോൾഡേഴ്സ് അത്
മറ്റൊരാളുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലാവരുത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് എന്നാ കുട്ടിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ അയച്ച മെസ്സേജ് എന്താണ് എന്ന് ആളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ മെസ്സേജിന് എനിക്ക് റിപ്ലൈയും കിട്ടിയിട്ടില്ല, എന്നാൽ ഞാൻ ഈ മെസ്സേജ് അയച്ചത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അയാൾ അറിയുകയും ചെയ്തു. സോ ദീസ് were the points where I confirmed that these two are together എന്നുള്ളത്. ആളെന്നെ അത് വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്തിനാ എങ്ങനെ ചോദിച്ചതെന്ന് വെച്ചിട്ട്. ഞാൻ പറയുകയും ചെയ്തു, ഞാൻ എന്താ മെസ്സേജ് അയച്ചതെന്ന് താങ്കളോട് പറഞ്ഞില്ലല്ലോ, then how did you know? അതിനാൾക്ക് മറുപടി ഇല്ലായിരുന്നു. എനിക്ക് മറുപടി വേണ്ടിടത്തുനിന്ന് മറുപടി കിട്ടിയുമില്ല. അതിനുശേഷം ആ കുട്ടി എൻ്റെ മുന്നിൽ വന്നിട്ടേ ഇല്ല. ഞാൻ ആ കുട്ടീനെ മീറ്റ് ചെയ്തിട്ടേ ഇല്ല. അവരവരുടെ ഇഷ്ടത്തിന് പോയി. There was a situation where we could have come together. ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിന്റെ കല്യാണം, ഞങ്ങൾ സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. കോമൺ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അന്ന് ആ കല്യാണത്തിന് എല്ലാ ആൾക്കാരെയും വിളിച്ചു. ഈവൻ ഞങ്ങളുടെ കൂടെ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് പോയ ആൺകുട്ടികളെ വരെ ആ കല്യാണത്തിന് വിളിച്ചു. പക്ഷെ എന്നെ ആ കല്യാണത്തിന് വിളിച്ചില്ല. ആൻഡ് അത് പറഞ്ഞത്, അതായത് ഈ കുട്ടി പറഞ്ഞത്, അത് ഈ പെർട്ടിക്കുലർ ഫീമെയിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ വിളിക്കരുത് എന്നുള്ളത്. സോ വിച്ച് മീൻസ് ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനാ വിളിക്കാണ്ടിരിക്കണേ? ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ഫേസ് ചെയ്യാൻ മടി കാണിക്കണേ? സാധാരണഗതിയിൽ പത്രത്തിലൊക്കെ പരസ്യം കാണാറുണ്ട്, തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ഡിവോഴ്സ്ഡ് ആയാന്ന് പറയുന്നത്. അതിനൊക്കെ ഒരു മറുപടിയായിരുന്നു ഇതെൻ്റെ തെറ്റാണെന്നൊക്കെ പറയുന്ന സമയത്ത് ആര് കുറച്ചുകൂടെ ഉയരുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. ശരിക്കും നിങ്ങളത് പറയുന്ന സമയത്ത് ഞാൻ കൈയടിച്ചു. കാരണം ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ശരിക്കും സംസാരിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇതല്ലേ ശരിക്കും എന്ന്, അതായത് യഥാർത്ഥ പിക്ചർ തന്നെ നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് ശരിയായ ഒരു മാർഗ്ഗമാണ്. ഇത് ശരിക്കും മാതൃകയാക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാനും അങ്ങനെയൊക്കെ പറയാനും ഒക്കെ ഉള്ളൊരു എനർജിയിലേക്ക് എത്തിയോ നമ്മൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിദ്യാഭ്യാസം അത്രയും കിട്ടിയോ? അതെ, എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസം മാത്രമല്ല, നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്ന രീതിയും കൂടിയാണ്. സോ അത് എനിക്ക് തോന്നുന്നു അത് ഒരു പോസിറ്റീവ് കാര്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് കൊടുക്കേണ്ടത്. അവരങ്ങനെയാണ് പഠിപ്പിച്ച് വളർത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു മിസ്റ്റേക്ക് ലൈഫിൽ നമ്മുടെ സൈഡിൽ നിന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി നമുക്ക് വേണം. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റ് ചെയ്തു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ പശ്ചാത്തപിക്കുക. അതിനൊരു ഡീസൻസി ഉണ്ട്. അതാണ് ഒരു ഡീസൻറ്റ് കാര്യം നമ്മൾ ചെയ്യേണ്ടല്ലേ. അല്ലാതെ നമ്മൾ ചെയ്ത തെറ്റ് വേറൊരാളുടെ തലയിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ വലിയ മാനിയാന്ന് പറഞ്ഞിരിക്കുന്നതിൽ എന്താ കാര്യം? ഫൈനലി ഐ എം സംവൺ ഹു ബിലീവ്സ് ഇൻ കർമ്മ. കർമ്മ എനിക്ക് വിശ്വാസമുള്ള ഒരു സാധനമാണ്. നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നതും. സോ അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അതിനൊരു സല്യൂട്ട് ഉണ്ട്. പിന്നെയുള്ളത് 2 കഥകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആര്യ പലയിടത്തായി പറഞ്ഞ കഥകളിൽ ഒന്ന് ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് ചെറിയ പ്രായത്തിൽ പോകുന്നു അച്ഛൻ. ആ ഉദ്ഘാടനം എനിക്കത് വീണ്ടും കേൾക്കണമെന്നുണ്ട്. ശരിക്കും ആര്യ എന്ന് പറയുന്ന ചെറിയ കുട്ടി പ്രതീക്ഷിച്ചു പോകുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ഞാൻ ചെറിയ കുട്ടിയായി, കാരണം കുട്ടിയായിട്ട് ഇത് ഞാനും പ്രതീക്ഷിക്കുകയാണ് എന്തായിരിക്കും ഉദ്ഘാടനം. അതൊന്ന് പറയാമോ? അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അതായത് ട്രിവാൻഡ്രത്തെ SP ഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്നത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. അപ്പോൾ അവിടുത്തെ അക്കൗണ്ട്സ് മാനേജറാണ് എൻ്റെ അച്ഛൻ ആയിരുന്നു. ലാസ്റ്റ് വരെയും അദ്ദേഹം അവിടുത്തെ അക്കൗണ്ട്സ് മാനേജറായിരുന്നു. ആൻഡ് ആ ബിൽഡിംഗ് തുടങ്ങുമ്പോൾ തൊട്ട് ഹീസ് ദ അക്കൗണ്ട്സ് മാനേജർ അവിടുത്തെ. അതായത് ആ ബിൽഡിംഗ് പണി നടക്കുമ്പോൾ തൊട്ട് ആളവിടത്തെ അക്കൗണ്ട്. അപ്പോൾ അവിടുത്തെ മറ്റേ ഗ്രാൻഡ് ഉദ്ഘാടന പരിപാടി ഇനി വരുന്നതേ ഉള്ളൂ. ഒഫീഷ്യൽ മറ്റേ എല്ലാവരെയും വിളിച്ച് ചീഫ് ഗസ്റ്റിനെയൊക്കെ വിളിച്ചുള്ള പരിപാടി വരുന്നേ ഉള്ളൂ. അതിനു മുമ്പുള്ള മറ്റേ സമയമൊക്കെ നോക്കിയിട്ടുള്ള അൺഒഫീഷ്യൽ ഉദ്ഘാടനമായിരുന്നു ഇത്. എനിക്കറിയില്ല ഇതാണെന്നുള്ളത്. ഈ നാളിലുള്ള ആള് വന്ന് ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പൊ എൻ്റെ നാള് തിരുവാതിരയാണ്. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു അച്ഛനോട് അത് അവിടെ ഹോസ്പിറ്റലിൽ ഇതിങ്ങനെ ചർച്ചയായത്, ഈ നാളിലുള്ള ആരെങ്കിലും കിട്ടണം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട്. അച്ഛൻ മോളുണ്ട് അന്ന്. അതെനിക്ക് തോന്നുന്നു ഞാൻ 3rd സ്റ്റാൻഡേർഡിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അന്ന് അനിയത്തിപ്രാവ് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് അനിയത്തിപ്രാവ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇട്ട ആ ഡ്രസ്സ് ഭയങ്കര ഫേമസാണ്. അപ്പൊ ഈ സാധനം എൻ്റെ കയ്യിലുണ്ട്. അത് എൻ്റെ ചേച്ചി, അന്ന് അങ്ങനെയാണല്ലോ ചേച്ചിമാരുടെ പഴയ ഡ്രസ്സൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം എൻ്റെ കസിൻ സിസ്റ്റർ തന്നതാണ് അനിയത്തിപ്രാവ് ഡ്രസ്സ്. ഞാനിത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഏറ്റവും സ്പെഷ്യൽ ഡ്രസ്സാണ്. അതായത് എന്തെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ ഇടാനോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുമ്പോൾ ഇടാനോ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന ഡ്രസ്സ്. അച്ഛൻ വീട്ടിൽ വരുന്നു. രാവിലെ ഇവർ എന്തോ പോയി വിളക്കോളുത്തൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ആ വിളക്കോളുത്തൽ പരിപാടി കഴിഞ്ഞിട്ട് ഈ ആദ്യത്തെ പേഷ്യൻ്റ് വന്ന് ഉദ്ഘാടനം ചെയ്യണ സാധനമാണ് ഇത്. ഇതെനിക്കറിയില്ലല്ലോ. അപ്പോൾ വീട്ടിൽ
ഹോസ്പിറ്റലിൽ പോയ ആളാ, തിരിച്ചു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അമ്മയുടെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് റെഡിയാക്കിയിട്ട് ഉടുപ്പിട്ട് കൊടുക്കുക, ഉദ്ഘാടനം അവളാണ് ഉദ്ഘാടനം ചെയ്യണേ, ഇത്രേ പറഞ്ഞോളൂ. ഞാൻ അപ്പോഴേക്കും എനിക്ക് വെച്ച ബൾബൊക്കെ കത്തിയോ, അയ്യോ ഞാനാണ് ഇത്രയും വലിയ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ പോണെന്ന് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി അനിയത്തിപ്രാവ് ഡ്രസ്സൊക്കെ ഇട്ട് വണ്ടി കയറി ഇരുന്ന് നേരെ അച്ഛൻ ബൈക്കിൽ നേരെ വീടിന്റെ അടുത്താ, നമുക്കൊരു ഹാർഡ്ലി ഒരു 7 to 8 മിനിറ്റ്സിൽ നമ്മൾ എത്തും ഹോസ്പിറ്റലിൽ. പോകുന്നു, എന്നെ നേരെ കൊണ്ടുപോകുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന എന്താ, ചെല്ലുന്നു, വിളക്കൊത്തുന്നു, റിബൺ മുറിക്കുന്നു, ഇതൊക്കെയാണ് എൻ്റെ തോട്ടിൽ. ഞാൻ നേരെ ചെല്ലുന്നു, അച്ഛൻ നേരെ കയ്യും പിടിച്ച് അവിടെ ഒരു അന്ന് ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ഒരു റെഡിയാക്കിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം പണി നടക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിലേക്ക് എന്നെ കൊണ്ടുവന്നു. അപ്പോഴും ഞാൻ ചിന്തിക്കില്ല, ഞാൻ ഷോക്ക് ഇരുത്താനായിരിക്കും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഇരുന്നോളൂ, ചെയറിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഒരു ഡോക്ടർ വന്നിരുന്നു, സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് പുള്ളി എന്നെ മറ്റേ പരിശോധിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ തപ്പാൻ തുടങ്ങി. അച്ഛൻ ഞാൻ ചെയ്യുന്നത് എന്താ പരിപാടി മനസ്സിലാവുന്നില്ല. അപ്പം ചുറ്റും കുറേ ആൾക്കാർ നിൽക്കുന്നു, ഉദ്ഘാടനമാണല്ലോ, അവർ കാണാൻ നിൽക്കണതാ, ഞാൻ അറിയുന്നുണ്ടോ. അപ്പം എനിക്ക് ടെൻഷനായി തുടങ്ങി. അടുത്തത് ഡോക്ടർ പറയുന്നത് ഈ ബെഡിലേക്ക് കയറി കിടക്കൂ. അപ്പം എൻ്റെ കിളി പോയി. അപ്പം ഞാൻ ബഹളം വെക്കാൻ തുടങ്ങി, എന്നെ ഉദ്ഘാടനത്തിനാണ് കൊണ്ടുവന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പുള്ളി ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട്, ഞാൻ അറിയുന്നില്ലല്ലോ ഇത്. ഞാൻ കരയാൻ തുടങ്ങി. എനിക്ക് അവസാനം ഓക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ച് എന്നെ ചേറിക്കൊണ്ടിരുത്തി ഒരു മുട്ടായിയൊക്കെ തന്ന് സമാധാനിപ്പിച്ച് ഷെയ്ക്കാൻ നിന്നു. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഉദ്ഘാടനം അതാണ്. 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അന്ന് പ്രതിഫലമായിട്ട് കിട്ടിയതൊരു മുട്ടായി ആയിരുന്നു. ഏതാ ഓർമ്മയില്ല.